നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ മക്കളെ, അതാ ഇത് നമുക്ക് മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ, അതായത് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, അതിൽ മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂമറിക്കൽ സെക്ഷൻ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. 9.3 gram of aniline is subjected to reaction with excess acetic anhydride to prepare acetanilide. The mass of acetanilide produced if the reaction is 100% completed is dash into 10⁻⁻1 gram. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആ റിയാക്ഷൻ എഴുതാം. എന്താ റിയാക്ഷൻ പറയുന്നത്? അനിലിൻ. അനിലിനെ നിങ്ങൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു? യു ആർ റിയാക്ടിങ് വിത്ത് അസറ്റിക് അൺഹൈഡ്രേറ്റ് അല്ലേടാ? ഓക്കെ, നമുക്ക് എന്ത് കിട്ടും മക്കളെ? അസറ്റാനിലൈഡ് കിട്ടും. പ്ലസ് അസറ്റിക് ആസിഡ്. ഓക്കെ, ഇപ്പം ഇവിടെ പ്രകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണോ അനിലിൻ റിയാക്ട് ചെയ്യുന്നത് അത്ര തന്നെ അസറ്റൈഡ്, അതായത് മോൾസിൻ്റെ ടേംസിൽ നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ n മോൾ അസറ്റൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ n മോൾ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 9.3 gram ഓഫ് അനിലിൻ ആണ്. അനിലിൻ്റെ മാസ് എത്ര വരും മക്കളെ? അനിലിൻ്റെ മാസ് എത്ര വരിക? അനിലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൻസീൻ റിങ്, ബെൻസീൻ എന്ന് പറയുമ്പോൾ C6H5NH2 അല്ലേടാ? C6H5 എന്ന് പറയുമ്പോൾ 12 × 6 + 5 + NH2ൻ്റെ 14 + 2, 12 × 6 72 + 5 79 + 14 72 + 5 77 + 14 91 + 2 93. സോ ഡിവൈഡ് ബൈ അതിന് മോളിക്കുലർ വെയിറ്റ് 93. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ആരുടെ? അനിലിൻ്റെ മാസ് പ്രൊഡ്യൂസ്ഡ്, അതായത് മാസ് പ്രൊഡ്യൂസ് നമുക്ക് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഡിവൈഡ് ബൈ അതിൻ്റെ മോളിക്കുലർ മാസ് നോക്കാം. അസറ്റാനിലൈഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? അസറ്റാനിലൈഡ് വരുമ്പോൾ അനിലിൽ നിന്ന് 92 എന്ന് പറഞ്ഞെടുക്കാം പ്ലസ് CO-ൻ്റെ, കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, NH2 ആണ് മേലെ, ഒരു എച്ചിൻ്റെ മാസ് കുറയ്ക്കുന്നു, അപ്പോൾ 93 ഒന്ന് കുറച്ചാൽ 92 ആയി. ഇനി CO-ൻ്റെ മാസ്, സീൻ്റെ 12ഉം ഓക്സിജൻ 16ഉം 28 വരും, പ്ലസ് CH3ൻ്റെ മാസ് 12ഉം 3ഉം 15 വരും. സോ നിങ്ങളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് 92നോട് 8 കൂട്ടിയാൽ 100, 100ഉം 20, 120, 120ഉം 15ഉം 135. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എക്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വിൽ ബി ഈക്വൽ ടു 13.5. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 13.5 ആണ്. ആൻഡ് നിങ്ങളിത് ഏതിലേക്കാണ് എഴുതേണ്ടത്? ഇൻറ്റു 10⁻⁻1 നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സോ 135 × 10⁻⁻1. സോ നമുക്കിവിടെ ആൻസർ എന്ത് വരും മക്കളെ? 135. സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ. ഇത് വളരെ ഈസി ആയിരുന്നു, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മോൾ കൺസെപ്റ്റ് എടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ ഈസി ആയിട്ട് ചെയ്തു എന്ന് കരുതുന്നു.